ഹായ് ഫ്രണ്ട്സ്, ഭൂമിയിലെ ഓരോ പ്രദേശത്തും അവിടുത്തെ ജൈവ വൈവിധ്യവും ആവാസ വ്യവസ്ഥയും പൂർണ്ണമായി നിലനിർത്തുന്നതിന് ആവശ്യമായ സ്വാഭാവിക വനം 10-15 വർഷങ്ങൾക്കുള്ളിൽ നിർമ്മിച്ചെടുക്കുകയാണ് ലോകപ്രശസ്ത ജപ്പാൻ സസ്യശാസ്ത്രജ്ഞനായ പ്രൊഫസർ ഡോക്ടർ അക്കീറ മിയാവോക്കി. 100 വർഷങ്ങൾ കൊണ്ട് സ്വാഭാവികമായി സംഭവിക്കേണ്ട ജൈവ പ്രക്രിയയാണ് 10-15 വർഷങ്ങൾക്കുള്ളിൽ അദ്ദേഹം പൂർത്തീകരിക്കുന്നത്. മിയാവോക്കി കൃഷിരീതി പൂർണ്ണമായും വിജയമാണെന്ന് ലോകം മുഴുവൻ അംഗീകരിച്ചു കഴിഞ്ഞു. ഭൂമിയുടെയും സസ്യങ്ങളുടെയും കാവൽക്കാരനായ ആ പിതാമഹൻ ഭൂമിയെ വിട്ടുപിരിഞ്ഞിട്ട് 2022 ജൂലൈ 16-ാം തീയതി 1 വർഷം പൂർത്തിയാവുകയാണ്. പ്രൊഫസർ അക്കീറ മിയാവോക്കിയുടെ കാൽപാദങ്ങളിൽ ഈ വീഡിയോ ഞങ്ങൾ സമർപ്പിക്കുന്നു. മിയാവോക്കി വനങ്ങൾ ഓരോ പ്രത്യേക ഇനം അല്ലെങ്കിൽ തരം വൃക്ഷങ്ങൾ മാത്രം വച്ചുപിടിപ്പിച്ച് രൂപപ്പെടുത്തേണ്ടതാണെന്ന തെറ്റിദ്ധാരണ നിലനിൽക്കുന്നുണ്ട്. അത് ശരിയല്ല. പഴച്ചെടികൾ, ഔഷധസസ്യങ്ങൾ, മറ്റ് തടി ആവശ്യത്തിനോ തണലിനോ സൗന്ദര്യവൽക്കരണത്തിനോ ഉപയോഗിക്കുന്ന ഏത് ഇനം വൃക്ഷങ്ങളും ഒരു വിഭാഗം മാത്രമായോ ഈ ഇനങ്ങൾ തന്നെ ക്രമരഹിതമായി ഇടകലർത്തിയോ മിയാവോക്കി ചെറുവനങ്ങൾ വളർത്തിയെടുക്കാവുന്നതാണ്. ചുരുങ്ങിയ കാലം കൊണ്ട് പച്ചപ്പിൻ്റെ ചെറുതുരുത്തുകൾ തീർക്കാം. ഭൂമിയുടെ ശ്വാസകോശങ്ങളാണ് ഓരോ പച്ചത്തുരുത്തുകളും. നഗരജീവിതങ്ങൾക്ക് ഫ്ലാറ്റുകൾക്ക് മുന്നിലോ പാർക്കിലോ റോഡരികിലോ നമ്മൾ ജീവിക്കുന്ന പരിമിതമായ സ്ഥലത്ത് വീട് കഴിച്ച് ബാക്കി വരുന്ന സ്ഥലത്തോ നമുക്ക് ഇഷ്ടപ്പെട്ട ഇനം ചെടികൾ മിയാവോക്കി മാതൃകയിൽ നിർമ്മിച്ചെടുക്കാം. ഞങ്ങളുടെ 5 സെൻറ്റ് പുരയിടത്തിൽ വീട് കഴിച്ച് ബാക്കി സ്ഥലത്ത് പേര, ബുഷ് ഓറഞ്ച്, ബെറാപ്പിൾ, വുഡാപ്പിൾ, ചെറുനാരകം, ചാമ്പ, ചെറി, മാതളം, അവക്കോട, കിളിഞ്ഞാവൽ, സീതപ്പഴം, അബിയു, റുളീനിയ, ലാക്വറ്റ്, മട്ടോവ, സപ്പോട്ട, മിൽക്ക് ഫ്രൂട്ട്, കുടംപുളി, ലോങ്ങൺ, വൈറ്റ് ഞാവൽ, റെഡ് ലേഡി പപ്പായ, കംബോഡിയൻ ആൻഡ് വിയറ്റ്നാം എർലി പ്ലാവുകൾ, കൂടാതെ ഔഷധസസ്യമായ മക്കോട്ട ദേവയുടെ 40ഓളം ചെടികളും നട്ടുവളർത്തുന്നുണ്ട്. ചെടികൾ തമ്മിൽ 3 അടി അകലം കുറഞ്ഞത് വേണമെന്ന് പറയുമ്പോൾ തന്നെ ക്രമരഹിതമായി ചെടികളുടെ ഘടന, വളർച്ച, സ്വഭാവരീതികൾ എന്നിവ മനസ്സിലാക്കി വ്യത്യസ്ത അകലത്തിൽ നടാൻ ശ്രദ്ധിക്കേണ്ടതാണ്. എല്ലാ വൃക്ഷങ്ങൾക്കും പൂർണ്ണമായി വെയിൽ ഉറപ്പുവരുത്തുവാൻ പ്രൂൺ ചെയ്യേണ്ടത് അത്യാവശ്യമാണല്ലോ. മിയാവോക്കി മാതൃകയിൽ ചെടികൾക്ക് വശങ്ങളിലേക്ക് വളർന്ന് പടരാനുള്ള സാധ്യത ഇല്ലാത്തത് മൂലം സൂര്യപ്രകാശത്തിന് വേണ്ടി മുകളിലേക്ക് വേഗത്തിൽ വളരുവാനുള്ള തിടുക്കം കാണിക്കുകയും ഇത് സ്വാഭാവിക വളർച്ചാ വേഗതയുടെ 10 ഇരട്ടിയോളം വരുമെന്നുമാണ് അക്കീറ മിയാവോക്കി തെളിവുകൾ സഹിതം പറഞ്ഞു വയ്ക്കുന്നത്. മാസത്തിൽ 2 തവണ വീതമെങ്കിലും ജൈവവളപ്രയോഗം നടത്തേണ്ടതും ചുവട്ടിൽ പുതയിട്ട് ഈർപ്പവും അതോടൊപ്പം ആയിരക്കണക്കിന് സൂക്ഷ്മ ജീവാണുക്കളുടെ വളർച്ചയും ഉറപ്പുവരുത്തേണ്ടതും ജലലഭ്യത ആവശ്യത്തിന് നൽകേണ്ടതും മിയാവോക്കി മാതൃകയിൽ ഒഴിവാക്കാൻ ആവാത്തതാണ്. ചെടികൾക്ക് ചുവട്ടിൽ വെള്ളം കെട്ടി നിൽക്കാതെ മൺകൂന തീർത്ത് പൂർണ്ണമായും പുതയിട്ട് മൂടി അതിനിടയിലുള്ള ചെറിയ സ്ഥലത്ത് 30ഓളം കുറ്റിക്കുരുമുളക് കൃഷിയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട്.
തന്മൂലം കളകളുടെ വളർച്ച കുറയ്ക്കുവാനും മണ്ണിലെ ഈർപ്പം നിലനിർത്തുവാനും കഴിയും. വീടും വലിയ കൃഷിയിടങ്ങളും എന്ന പഴയ രീതിയിൽ നിന്നും അണുകുടുംബങ്ങളിലേക്ക് ചുരുങ്ങിയ ഇന്നത്തെ സാഹചര്യത്തിൽ പരിമിതികളെ അവസരങ്ങളാക്കി മാറ്റി തീർത്താൽ മാനസിക ഉല്ലാസത്തിനും ശാരീരിക ആരോഗ്യത്തിനും മറ്റെവിടെയും പോകേണ്ടതില്ല. ഒരു ജീവിതകാലം കൊണ്ട് 1.5 കോടിയിലധികം വൃക്ഷങ്ങൾ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ നട്ട് പരിപാലിച്ച പ്രൊഫസർ അക്കിറ മിയാവോക്കി എന്ന ഭൂമിയുടെ കാവൽ അപ്പൂപ്പനോടുള്ള ആദരവാകട്ടെ ഓരോ പച്ചത്തുരുത്തുകളും. എല്ലാവർക്കും നന്ദി, നമസ്കാരം.